നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക്, തേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. വാരിക്കോസീലിന് എന്നോ ഒരു പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നത്തിന് മരുന്ന് വല്ലതുണ്ടോ, അതോ സർജറി തന്നെ എന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സർവ്വസാധാരണ എന്റെ അടുത്ത് വരുന്ന ചോദ്യം. ഇതിന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ, ഇത് ഒന്നാമതേ നോർമൽ അസുഖമല്ല. നമ്മളുടെ ശരീരത്തില് എല്ലാവർക്കും, എല്ലാ ആണുങ്ങൾക്കും, രണ്ട് കാലിൽ നിൽക്കുന്ന എല്ലാ ആണുങ്ങൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്നല്ല, അത് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മളുടെ ഈ നിൽക്കുന്ന ജോലി, നടക്കുന്ന ജോലി, വെയിറ്റ് എടുക്കുന്ന ജോലിക്കുള്ള നമ്മളുടെ ശരീരം ചെയ്യുന്ന ഒരു പ്രതികരണമാണ്. അപ്പൊ നമ്മൾ ഈ കാരണം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം മാറും. ഇവന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ കുറെ കൂട്ടാനും കുറയ്ക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കൂട്ടുന്ന കാരണത്തെ നമ്മൾ മാറ്റിയാൽ പോരെ. അല്ലാതെ ഇത് മരുന്ന് കഴിച്ചിട്ട് വെയിൻസിന്റെ കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളുടെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ രക്തക്കുഴൽ തടിച്ചു കിടക്കുന്നുണ്ട്. ഈ രക്തക്കുഴലിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് ഇത് ഹാർട്ടിന്റെ അടിയിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഈ വെയിൻസ് തടിച്ചു വെക്കും. ഇതിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈ ഹാർട്ടിന്റെ മുകളിലേക്ക് പൊക്കി പിടിക്കേണ്ടി വരും. പൊക്കി പിടിച്ചാൽ ഹാർട്ടിന്റെ ഈ ബ്ലഡ് ഇതിലേക്ക് വേഗം പോകുന്നു, തിരിച്ച് അതിലേക്ക് അത്രയും സമയം എടുക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വെയിൻസ് ചുരുങ്ങി പോകും. പക്ഷെ നമുക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് വെക്കാൻ പറ്റും. ജീവിതകാലം മുഴുവൻ വിഷം ഹാർട്ടിന് താഴെ തന്നെയാണ്. നമുക്ക് 4 കാലിൽ നടക്കാൻ പറ്റില്ല, 24 മണിക്കൂർ കിടക്കാനും പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ വെയിൻസ് തടിച്ചിരിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കുറെ നേരം നിൽക്കുന്നത്, നടക്കുന്നത്, കുറെ വെയിറ്റ് എടുക്കുന്ന ജോലി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റിയാൽ അതായിരിക്കും ഒരു വഴി. ശ്വാസം മുട്ട് ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടിന്റെ മരുന്ന് കൊടുത്ത് അത് ക്ലിയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ വഴി. കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത്, വയറ്റിൽ നിന്ന് പോകുന്ന ഭയങ്കര മുറുകിയിട്ട് കുറെ നേരം ടോയ്ലറ്റിൽ കിടന്ന് മുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് ലൂസാക്കിയാൽ മതി, തന്നെ വിഷമം മാറും. മൂത്രം ഒഴിക്കാൻ വിഷമമുണ്ടെങ്കിൽ വല്ല മൂത്രത്തിന്റെ വെള്ളത്തിന്റെ കുറവ് കാരണം മൂത്രത്തിൽ കല്ലോ അങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ കുറെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, കുറെ മുക്കണം എന്നൊരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് വലുതാവുന്നുണ്ടായിരിക്കാം. അതാണെങ്കിൽ അത് കാരണം കുറച്ച് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ വെയിൻസ് തടിക്കാം. കുറച്ച് റെയർ ആണ്, പക്ഷെ എന്നാലും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണം മാറ്റേണ്ടി വരും. പിന്നെ ഒരിക്കലും സർജറി ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഞാൻ കണ്ടിരിക്കുന്നത് 99% ആൾക്കാർക്കും ഇത് വല്ലവരും ചെയ്ത് എഫക്റ്റീവ് ആയി എന്ന് വല്ലപ്പോഴും ഒന്ന് പറഞ്ഞു കേട്ടിട്ട് ചെയ്യുന്നതാണ്. അത് കാരണം വാരിക്കോസീൽ പോകില്ല, വാരിക്കോസീൽ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അത് വേറെ ഭാഗത്ത് പൊങ്ങി വരും. ഈ ഒരു വാരിക്കോസീൽ ഓപ്പറേഷൻ കാരണം മുന്നോട്ട് ഹൈഡ്രോസീലും പെയിനും അങ്ങനത്തെ പ്രോബ്ലം കണ്ട് അവർ ബുദ്ധിമുട്ടാറുണ്ട്. എത്രയോ പേർക്ക് വേദന, ഇത് ബീജങ്ങളുടെ നല്ലത് നന്നാക്കാൻ, കൗണ്ട് കൂട്ടാൻ, അനക്കം കൂട്ടാൻ ഒന്നും ചെയ്തിട്ട് അതേ സ്ഥിതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടും താഴെ പോയതാണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ സർജറി ഒരിക്കലും ഇതൊരു ഓപ്ഷൻ അല്ല. മരുന്ന് പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റത്തിൽ തന്നെ നമുക്ക് ഈ വാരിക്കോസീലിനെ ഞാൻ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. താങ്ക് യു.